ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ചീരത്തണ്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം മൂക്കാത്ത രീതിയിലുള്ള തണ്ട് മാത്രം അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോ തണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നമുക്ക് ഇളയ ആ ഒരു തണ്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ മൂത്തിട്ടുള്ള ആ ഒരു തണ്ടാണെങ്കിൽ നമുക്കതിങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ഒന്നിങ്ങനെ ചതഞ്ഞ പോലെ മാത്രമാണ് കിട്ടുക. അപ്പോൾ അത് ശരിക്കും കംപ്ലീറ്റ് ഇങ്ങോട്ട് പൊട്ടിപ്പോരൂല. അപ്പോൾ അത് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഓപ്ഷണലാണ്, കാരണം നമ്മളിതിൽ തേങ്ങയിലേക്ക് തന്നെ അത്യാവശ്യം മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇടയിൽ ഞാനിവിടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ചീരത്തണ്ടൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കായി വന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ചേഞ്ച്